പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഓരോ മണ്ഡലത്തെ കുറിച്ചും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. പരമാവധി അവിടെ ഇടതിനെയോ വലതിനെയോ വിജയിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ തലസ്ഥാന നഗരിയിലെ കാറ്റ് വീശുന്നത് BJPക്ക് അനുകൂലമായിട്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ BJPയുടെ മികച്ച വിജയവും മാത്രവുമല്ല, അധികാരത്തിലെത്തിയിട്ട് ജനങ്ങൾക്കൊപ്പം മേയർ നിന്നുകൊണ്ട് വലിയ രീതിയിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് കോർപ്പറേഷന്റെ സഹായങ്ങളും എത്തിച്ചതോടുകൂടിയിട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള്, കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങള്, കേരളത്തിലെ കമ്മി കൊങ്ങി ജിഹാദികൾ, സകല സുഡാപ്പികളും വലിയ പേടിയില. റിസൾട്ട് എന്തായിരിക്കും തിരുവനന്തപുരത്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ നേതാവായിട്ടുള്ള യുവരാജ് ഗോകുലാണ്. നമ്മൾ എന്തെങ്കിലും വെറുതെ പ്രധാനപ്പെട്ട നേതാവ് എന്നങ്ങ് വിളിച്ചു പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹം ഏതൊരു ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്താലും, അദ്ദേഹം ഏതൊരു പ്രോഗ്രാമിൽ പങ്കെടുത്താലും കൃത്യമായ രാഷ്ട്രീയം അവിടെ ഉയർത്തിപ്പിടിക്കും. കൃത്യമായിട്ട് ഒരു ഗിമ്മിക്കും തട്ടിപ്പുമില്ലാതെ വലിയ രീതിയിൽ, നമുക്കറിയാം കേരളത്തിലെ പല പാർട്ടികളിലെയും യുവ നേതാക്കന്മാര് പല രീതിയിൽ ഗിമ്മിക്കും തട്ടിപ്പൊക്കെ കാണിച്ചാണ് ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് തൻ്റെതായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന യുവരാജ് ഗോകുലാണ് നെടുമങ്ങാട് മത്സരിക്കുന്നത്. അതിൻ്റെതായ എല്ലാ ഗുണവും അവിടെ BJPക്ക് ഉണ്ടാവും എന്നുള്ളതിലും തർക്കം വേണ്ട. അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. എത്രത്തോളം നിലപാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കേരളം എന്ന് പറയുന്നത് ISISനെ ഏറ്റവും അധികം റിക്രൂട്ട് ചെയ്ത നാട്. കേരളം എന്ന് പറയുന്നത് സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ മുതൽ കട്ടോണ്ട് പോയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് പലതരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റും നടത്തിയിട്ട് പോകാൻ കഴിയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് മര്യാദയ്ക്കൊരു വ്യവസായം തുടങ്ങി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലം എന്നുള്ള തലത്തിലൊന്നും അല്ല അറിയപ്പെടേണ്ടുന്നത്. കേരളം എന്ന് പറയുന്നത് ആദിശങ്കരന്റെ മണ്ണാണ്. കേരളം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മണ്ണാണ്. ഈ ഭാരത ഭൂമിയുടെ അഭിവാജ്യ ഘടകമാണ്. നിങ്ങളുടെ പണി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറയാൻ കേരളം എഴുതി ആരും പാകിസ്ഥാന് തീറെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. കേരളത്തിന് ഇവിടെ ആരും എഴുതി ഒരു പാകിസ്ഥാനും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിന് ഇവിടെ ആരും എഴുതി ഒരു ചൈനയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിന് ഇവിടെ ആരും എഴുതി ഒരു ക്യൂബയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളം അന്നും ഇന്നും എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നടക്കും. അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സുഡാപ്പിക്കും ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഈ മണ്ണിൽ നടക്കും. കാരണം കേരളം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ കേട്ടില്ലേ? വളരെ പ്രസക്തമായ ഭാഗങ്ങളാ അദ്ദേഹം പ്രസംഗിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. നമ്മുടെ കേരളം ഇന്ന് ഏതൊക്കെ രീതിയിൽ അറിയപ്പെടുന്നത്? ലോകത്ത് ഗാസ അനുകൂല, ഹമാസ് അനുകൂല ലോകത്തിലെ ഏറ്റവും വലിയ പ്രകടനം നടന്നത് നമ്മുടെ കേരളത്തിലാ. ഇവിടെ ISISുമായി ബന്ധപ്പെട്ട് പോലും കേരളത്തിൽ നിന്ന് ആളുകളെ പിടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ലോകത്ത് ഇറാൻ എന്ന മതഭ്രാന്തന്മാര് ഭരിക്കുന്ന അലി ഖമൈനി എന്ന തീവ്രവാദി ജിഹാദി, ലോകത്ത് ഭീകരവാദം വളർത്തിയവൻ കൊല്ലപ്പെട്ടാലും കേരളത്തിൽ അവന് വേണ്ടിയിട്ടും സിന്ദാബാദ് വിളിക്കാൻ ആളുകളുടെ തിക്കും തിരക്കാ കേരളത്തില്. അതല്ല നമ്മുടെ യഥാർത്ഥ കേരളം. ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തിന്റെ അകത്ത് തന്നെയാണ് കേരളം എന്ന് മുഖത്തു നോക്കി നമ്മുടെ നിയമസഭയിൽ നിന്ന് നിലപാട് പ്രഖ്യാപിക്കാൻ ഇതുപോലെ 1-2 MLA മതി. ഇതുപോലെ യുവ നേതാക്കന്മാര് നിയമസഭയിൽ നിന്ന് തലങ്ങും വിലങ്ങും ഈ നിലപാടങ്ങ് പ്രഖ്യാപിച്ചാൽ അപ്പം പത്തി മടക്കാൻ മാത്രമേ കേരളത്തിലെ ജിഹാദികളും ചുടാപ്പികളും ഉള്ളൂ എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം.
ഒരാൾ പോലും ഇത്തരം നിലപാടുള്ളവർ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ തലങ്ങും വിലങ്ങും സുഡാപ്പികളും ജിഹാദികളും കമ്മികളും തോന്നിയതുപോലെ നമ്മുടെ രാജ്യമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വിഷയങ്ങൾ പോലും നമ്മുടെ കേരളത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇറാന് വേണ്ടി പ്രകടനം, അതേപോലെ തന്നെ ഹമാസിന് വേണ്ടി പ്രകടനം, അതേപോലെ തന്നെ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം. എന്തിനാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾ നടത്തുന്നത്? ഇതിനൊക്കെ എതിരെ പറയാൻ, നട്ടെല്ല് നിവർത്തിക്കൊണ്ട് സംസാരിക്കാൻ യുവ നേതാവായിട്ട് യുവരാജ് ഗോകുലൊക്കെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുക തന്നെ വേണോ? ഈ ഒരു റിസൾട്ടിന്റെ, അതായത് ഈ നെടുമങ്ങാട് മണ്ഡലത്തിലെ വോട്ടിന്റെ കണക്കൊന്ന് ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. ഒന്നുകൂടി കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങളില് പ്രത്യേകിച്ച് സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാർക്കൊന്ന് വിറളി പിടിച്ച് ഭയപ്പെട്ട് മുന്നോട്ട് പോവാ. 2016 VV രാജേഷ് മത്സരിച്ച മണ്ഡലമായി നെടുമങ്ങാട് എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം 2016 35,139 വോട്ട് പഠിച്ചിട്ടുണ്ട്. VV രാജേഷ് എന്താണ് എന്ന് ഇന്ന് നെടുമങ്ങാട്ട് ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രത്തോളം വികസനങ്ങള് കോർപ്പറേഷൻ മേയറായിട്ട് അദ്ദേഹം തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ നെടുമങ്ങാട്ടുകാര് 2016 വിജയിപ്പിക്കാത്തതിൽ സങ്കടമുണ്ട് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് യുവരാജ് ഗോകുലിനെ വലിയ രീതിയിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാ നെടുമങ്ങാട്ടെ ജനത ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറയുന്നത്. ഈ VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് എന്ന് പറഞ്ഞത് മേയറായിട്ട് അധികാരമേറ്റിട്ട് അധികാരത്തിലിരിക്കുമ്പോഴാ. വാഗ്ദാനല്ലായിരുന്നു, അധികാരത്തിലിരിക്കുമ്പോ മാത്രമല്ല, അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടം തുക കൊടുക്കൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ നെടുമങ്ങാട്ടെ ജനതയ്ക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് VV രാജേഷ് മത്സരിച്ച മണ്ഡലം കൂടിയായി നെടുമങ്ങാട്. അവിടേക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിനെ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് യുവരാജ് ഗോകുലിന് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അവിടെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ഓരോ സാധാരണക്കാരനും യുവരാജ് ഗോകുല് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നിരവധി ആവശ്യങ്ങളുമായിട്ട് സാധാരണക്കാര് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അവിടെ നിരന്തരം അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വലിയൊരു റിസൾട്ടിലേക്ക് നെടുമങ്ങാട് BJPക്ക് വലിയ ഒരു അനുകൂല സാഹചര്യം നിലവിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയൊരു റിസൾട്ടിലേക്ക് തന്നെയാണ് BJP എത്തുമെന്നുള്ളത് സകല ബോധമുള്ള ആളുകളും പ്രതീക്ഷിക്കുന്നത്. യുവരാജ് ഗോകുലൊക്കെ വിജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഇവിടെ ഞങ്ങളോ കേരളം എന്തോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് സകല ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ പോലും ഉറച്ച ശബ്ദമാവാൻ യോഗ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ യുവരാജ് ഗോകുല്. അദ്ദേഹത്തെയൊക്കെ നെടുമങ്ങാട്ടെ ജനത തിരഞ്ഞെടുക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതും നെടുമങ്ങാട്ടെ ജനതയ്ക്ക് തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ ഒരു തർക്കവും വേണ്ട, യുവരാജ് ഗോകുലിനൊക്കെ വലിയ രീതിയിൽ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.